ഇന്നലെ ഒരു പ്രത്യേക രീതിയിലുള്ള വെണ്ടയുടെ പൂവ് ഒരു അത്ഭുത പൂവാണോ എന്ന് ഞാൻ ചോദിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് അത് കുറച്ച് വിടർന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ അറിയാം ഏകദേശം അത് ഒരു പൂ പൂർണ്ണമായിട്ടല്ല, ഏകദേശം വിടർന്നുണ്ട്. മറ്റേ പൂ ചുരുങ്ങിയിരിക്കുകയാണ്, സ്ഥലമില്ല വിടരാൻ. കാരണം രണ്ടും കൂടെ ഒരു തണ്ടിലാണ് രണ്ട് പൂവുട്ടുകളും ഉണ്ടായിരിക്കുന്നത്. മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള വ്യൂ എടുത്തതാണ് കുറച്ചുകൂടെ എല്ലാ ഭാഗങ്ങളും ക്ലിയറായിട്ട് കാണാൻ. ഇത് കുറച്ചും കൂടെ വ്യത്യാസമുള്ള രീതിയിൽ അതിൻ്റെ തണ്ട് രണ്ടെണ്ണം ഒട്ടിയിരിക്കണ കാണാം. ഇവിടെ താഴെ പൂവിൻ്റെ താഴെ നോക്കിയാൽ വേറെ ആംഗിളിൽ നിന്നുള്ള ക്ലോസപ്പ് വ്യൂ ആണ്. ഇതിലും കാണാം രണ്ട് പൂമൊട്ടുകളുടെ തണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. മൂന്നാമതൊരു വ്യൂ ആണ്. കണ്ടാൽ വലിയൊരു വെണ്ടപ്പൂ പോലെ ഉണ്ട്. സാധാരണ വെണ്ടയുടെ പൂമൊട്ട് പോലെയല്ല ഈ കാണുന്നത്. കണ്ടില്ലേ എന്തൊരു വലുപ്പമാണിത്. ഒരു ഭയങ്കര തടിച്ചിട്ട് സാധാരണ ഈ സൈഡിൽ കാണുന്ന ചെറിയ പൂമൊട്ടില്ലേ, അതുപോലെയാണ് ഷേപ്പ് ഉണ്ടാവുക വെണ്ടയുടെ പൂമൊട്ടിന്. ഇതിപ്പോൾ ഒരു 3 പൂമൊട്ടുകളുടെ വലുപ്പമുണ്ട്. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. പ്രകൃതിയിലെ വികൃതിയാണോ അതോ വേറെന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ വരുന്നതാണോ എന്നൊന്നും മനസ്സിലാവണില്ല. കണ്ടില്ലേ എന്തൊരു വണ്ണാണതിന്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ അതും അതിൻ്റെ തണ്ടും പ്രധാന വെണ്ടയുടെ തണ്ടും തമ്മിൽ യോജിച്ച് വെക്കണ പോലെയുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രകൃതിയിലെ വികൃതിയാണെന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും.